നഗരസഭയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. എവിടെ അയക്കും ചെയർമാനെ? പരിസരത്ത് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് ഒരു വർഷക്കാലയളവായി യാത്രക്കാർ വളരെയധികം നമ്മുടെ അമ്മമാരും അതേപോലെ തന്നെ ഉമ്മമാരും ഒന്ന് ഒരു മൂത്രശങ്ക വന്നാലോ ഒന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം വന്നാലോ, കാരണം നമുക്കൊരു മൂത്രം ഒഴിക്കാനുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനൊരു ചെയർമാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു ദയനീയ അവസ്ഥയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു വർഷത്തോളം കാലമായി ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് സ്വാഗതത്തിലും അധ്യക്ഷനും സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, വടകര പഴയ സ്റ്റാൻഡ് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടപഴകുന്ന ഈ പ്രദേശത്ത് ഒരു ശൗചാലയം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഈ പ്രദേശത്ത് വടകരയിൽ മാത്രമുള്ള ആളുകളല്ല ഈ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരുന്നത്. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകൾ ബസ് കാത്തിരിക്കുന്ന സമയത്ത് ഒരു ശൗചാലയത്തിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള ശാശ്വതമായ പരിഹാരം കാണേണ്ട നഗരസഭ അതിനുവേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ പുറംതിരിഞ്ഞിരിക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് ഇതുപോലുള്ള സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ പ്രദേശത്ത് വടകരയുടെ ഹൃദയഭാഗമായ ബസ് സ്റ്റാൻഡ് നമുക്കറിയാം, ഒരുപാട് ബസ് തൊഴിലാളികൾ ഉൾപ്പെടെ ബസ് തൊഴിലാളികളെ കുറിച്ച് പറയും. ഓട്ടത്തിന് ഇടയിൽ അല്പസമയം കിട്ടുന്ന വിശ്രമ സമയത്ത് ഒരു ബാത്റൂമിലോട്ട് പോകണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളില്ല. അതുപോലെ ഇവിടെ വരുന്ന പ്രായമായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ നഗരസഭയുടെ ഉത്തരവാദപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയുള്ള ദ്വാരകയുടെ ബിൽഡിംഗ് ആണ്. അതുകൂടാതെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചത്തുരത്തിലോ ഉള്ള ശൗചാലയമാണ്. അവിടെ 2 മണിക്ക് ശേഷമാണ് ചത്തുരത്തിലുള്ള ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുപോലെ ദ്വാരക ബിൽഡിങ്ങിലേക്ക് പോകാൻ വേണ്ട നിർദ്ദേശം കൊടുക്കാൻ ഇവിടെ നഗരസഭയുടെ ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അല്ലാതെ പുറത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ദ്വാരക ബിൽഡിങ്ങിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം അവര് ഇങ്ങനെ ഒരു സ്ഥലമാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ വരുന്ന ആളുകൾക്ക് അറിയില്ല. നമുക്കറിയാം, ഇന്ന് ആധുനികമായ കാലഘട്ടത്തിൽ ഇതിന് വേണ്ട പരിഹാരങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. ഈ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിന് നേതൃത്വം കൊടുത്തതിന് ശേഷമാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ആദ്യമുള്ള ആ സംവിധാനം പൊളിച്ചു മാറ്റുമ്പോൾ ശാശ്വത പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും അതിനു വേണ്ട ഒരു പരിഹാരം കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൗചാലയം പൊളിച്ചു മാറ്റാൻ നമ്മുടെ നഗരസഭയുടെ ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകളെ അതിനു വേണ്ട തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ പ്രദേശത്തെ കുറിച്ച്, വടകര സ്റ്റാൻഡിനെ കുറിച്ച് അറിയാത്ത ആളുകളാണ് നമ്മുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ എന്നുള്ള ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്,
വടകര പുതിയ സ്റ്റാൻഡിലും ഇതുപോലെ തന്നെയുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അത് കരാറെടുത്ത ആളുകളെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ആളുകൾ മുനിസിപ്പാലിറ്റിയിലേക്ക് സമരം നടത്തേണ്ട സാഹചര്യങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്നലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വടകര നഗരസഭയിലേക്ക് മാർച്ച് പ്രകടനം നടത്തുമ്പോൾ എന്തിന്റെ പേരിലാണ് ഇന്നലെ അങ്ങനെ ഒരു പ്രകടനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. കാരണം പിണറായി സർക്കാരിന്റെ കാലത്ത് മാർച്ച് മാസത്തിലെത്തേണ്ട ഫണ്ട് ത്രിതല സംവിധാനത്തിലേക്ക് മാർച്ച് 15 വരേണ്ട 3ാം ഗഡു ഫണ്ട് ഏതെങ്കിലും പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തണം. അതുപോലെ SC ഫണ്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തണം. പ്ലാൻ ഫണ്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തണം. ഇതൊന്നും ഒരു പരിശോധന നടത്താതെ 2 മാസം കൊണ്ട് അധികാരത്തിൽ വന്ന VD സതീശൻ UDF സർക്കാരിനെതിരെയുള്ള പ്രകടനവുമായി പോകുമ്പോൾ സ്വന്തം 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട വിഹിതങ്ങൾ എത്ര തവണ കൊടുത്തു എന്നുള്ള ആത്മപരിശോധന കൂടെ നടത്തിയിട്ട് വേണം ഇതുപോലുള്ള പ്രകടനങ്ങളും പൊതു സമരങ്ങളും നടത്താൻ എന്നുകൂടിയുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സ്റ്റാൻഡിലുള്ള ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്നിട്ട് വേണം നഗരസഭയിലേക്കും മറ്റുള്ള കാര്യങ്ങൾ. കാരണം നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾക്ക് അത്യാവശ്യമായി വേണ്ടത് ഒരു ടോയ്ലറ്റ് സംവിധാനമാണ്. അതിനു വേണ്ട പരിഹാരം എടുക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരി. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ നഗരസഭയുടെ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ വർഷങ്ങളായിട്ട് നടന്ന ഒട്ടനവധി അഴിമതിയുടെ ആരോപണങ്ങളുടെ കുത്തഴിഞ്ഞ ഭരണത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് അറിയാം. പരിശോധന നടത്തിക്കൊണ്ട് സാധാരണക്കാർക്കും ഇവിടെയുള്ള തൊഴിലാളികൾക്കും നമുക്കറിയാം, ഒട്ടനവധി തൊഴിലാളികൾക്ക് പങ്കെടുക്കേണ്ട എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ്. ആ ടോയ്ലറ്റിന്റെ ശാശ്വത പരിഹാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇല്ല എങ്കിൽ ഈ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അതിന്